ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര രസമായിരിക്കും. ഈ മാർക്കറ്റിംഗ് നോക്ക്, ഞാൻ സെയിൽസ് നോക്കിക്കോളാം, മറ്റോ എഡിറ്റിംഗ് നോക്കിക്കോളാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങും. ഓക്കെ, നമുക്ക് 50-50 ആക്കാം, അല്ലെങ്കിൽ 33-33 ആക്കാം എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങാം. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ബിസിനസ് വളരുമ്പോൾ ഇതിൻ്റെ ഒരു എക്സിറ്റ് പ്ലാൻ ഉണ്ടാവും. നമുക്ക് എപ്പോഴാണ് എക്സിറ്റ് ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ ബിൽഡിംഗ് എടുക്കുമ്പോൾ ഒരു തറക്ക് പ്രാധാന്യം ഉണ്ടോ അല്ലേ? ആ തറന്റെ പ്രാധാന്യം പോലെ പ്രാധാന്യമുള്ള സാധനം നിങ്ങളെ കണ്ടീഷൻസ്. നിങ്ങൾ അത് പാർട്ണർഷിപ്പിലാണോ തുടങ്ങുന്നത്, LLP ആയിട്ടാണോ തുടങ്ങുന്നത്, പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടാണ് തുടങ്ങുന്നത്, ഓരോ ആളുടെ റോൾ എന്താണ്, ഒരാൾക്ക് ഈ ബിസിനസ്സിൽ നിന്ന് എക്സിറ്റ് ആവണമെങ്കിൽ എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യാൻ സാധിക്കുക, നിങ്ങൾക്ക് വേറെ ബിസിനസ് തുടങ്ങാൻ പറ്റുമോ, എപ്പോഴാണ് ഇതിൽ നിങ്ങൾക്ക് ഇനി മാറാൻ സാധിക്കുക. ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾക്കും ആ ഫൗണ്ടേഷൻ കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പും തകരും, ബിസിനസ്സും തകരും, നിങ്ങൾ നാളെ മിണ്ടാതെ അയാളുടെ ഗണത്തിലേക്ക് പെടുകയും ചെയ്യും. അപ്പോൾ അതില്ലാതൊക്കെയാണെങ്കിൽ ഫൗണ്ടേഷൻ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. ഇത് ഞാൻ ഒരുപാട് ഇഷ്യൂകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ബിസിനസ് വളർന്നതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഫാദർ, മറ്റവൻ്റെ ഫാദർ, അങ്ങനെ കുറേ ആളുകൾക്ക്. അപ്പോൾ നമ്മളിത് ചിന്തിക്കുമ്പോൾ നാളെ നമ്മളുടെ മക്കൾ വരികയാണെങ്കിൽ അവർക്ക് വരെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ളൊരു സിസ്റ്റം, അതേപോലെ തന്നെ ഒരു കണ്ടീഷൻസ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ സൗഹൃദം എന്ത് ചെയ്യും എന്നാൽ നിലനിൽക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ സൗഹൃദം എന്ത് ചെയ്യും, ഇല്ലാതാവും. ക്ലിയർ ആയോ?